ദിവ്യകാരുണ്യ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരാൻ ഒരു അമ്മയുടെ സഹായം കൂടിയേ തീരും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അമ്മയായി നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവിലേക്ക് വളർത്താൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോയിലേക്ക് വളർത്തുന്ന സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയ്ക്ക് ചെയ്യേണ്ടത് അത് മാത്രമേ ഉള്ളൂ. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാ വ്യക്തികളെയും ഈശോയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം, സ്വപ്നം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പരിശുദ്ധ അമ്മ ഇപ്രകാരം പറയുന്നുണ്ട്: അവൻ പറയുന്നത് പോലെ ചെയ്യുക. കാനായിലെ കല്യാണ വിരുന്നിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്കറിയാം. ഈശോ പരിചാരകരോട് പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ഈശോ പറയുന്നത് പോലെ ചെയ്യുക. പരിശുദ്ധ അമ്മ നമ്മളോട് പറയും, തിരുവചനത്തിൽ ഈശോ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുക. ഈശോയിലേക്ക് വളരുക. ഈശോയുടെ സ്വപ്നമായി വിശുദ്ധിയിലേക്ക് വളരുക. അതിനുവേണ്ടി ഒരു സഹായിയായി ഞാൻ എപ്പോഴും നിന്റെ കൂടെ കാണും. ആത്മീയ ജീവിതത്തിൽ അമ്മയായി പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കൂടെ കാണും. കാനായിലെ കല്യാണ വിരുന്നിൽ അവിടെയുള്ള ഗൃഹനാഥനെ കുറിച്ചും ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ പരിശുദ്ധ അമ്മ ആ ഗൃഹനാഥന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി ഈശോയുടെ അടുക്കൽ മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും പരിശുദ്ധ അമ്മയോടും ഈശോയോടും പ്രാർത്ഥിക്കുന്നത് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വരുമ്പോഴാണ്. പക്ഷേ ഈ ഗൃഹനാഥൻ പഠിപ്പിക്കുന്നു, നിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ ഈശോയെ നിന്റെ ജീവിതത്തിൽ ക്ഷണിച്ച, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും വന്നാൽ ആ നിമിഷം തന്നെ പരിശുദ്ധ അമ്മ ഈശോയുടെ മുമ്പിൽ മാധ്യസ്ഥം അപേക്ഷിക്കുമെന്ന്. അതിനാൽ നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുമ്പോൾ എല്ലാ സന്തോഷകരമായ നിമിഷങ്ങളിലും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാം. പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി ഈശോയിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ ശ്രമിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള തിരുവചനത്തിൽ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ വാചകം എന്ന് പറയുന്നത്, ദേവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദേവകൃപ നിറഞ്ഞവളെ, കർത്താവ് നിന്നോടുകൂടെ. പരിശുദ്ധ അമ്മ കൃപയിൽ, വിശുദ്ധിയിൽ ജീവിച്ച വ്യക്തിയായിരുന്നു. അതിലൂടെ അധ്വാനിച്ചു. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയിൽ വളരാൻ ശ്രമിക്കുമ്പോൾ, കൃപയിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം ചില ദൂതന്മാരെ നമ്മുടെ അടുക്കിലേക്ക് അയക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ദൈവത്താലാണ് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടത്. ഈ വചനം കേട്ട് അവൾ അസ്വസ്ഥപ്പെട്ടു. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, മറിയമേ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നമ്മളും ഓരോ ദിവസവും ഈ ആത്മീയ ജീവിതത്തിൽ വളരാൻ വേണ്ടി, കൃപയെ വളരാൻ വേണ്ടി നമ്മളും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മളും അസ്വസ്ഥപ്പെടണം. ഈ വചനത്തിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കണം. ഈ വചനത്തിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ കൃത്യമായിട്ടും ദൈവം അതിന് ഉത്തരം നൽകും. ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവചനത്തിൽ കൂടിയാണ്. ഓരോ തിരുവചനം വായിക്കുമ്പോഴും തിരുവചനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മളോട് ചോദിക്കണം, ഈ വചനത്തിന്റെ അർത്ഥം എന്താണ്? ഈ വചനത്തിൽ കൂടി ദൈവം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ദൈവം എന്താണ് ചെയ്യേണ്ടതെന്ന് ആ തിരുവചനത്തിൽ കൂടി നമ്മൾ വ്യക്തമായി പറഞ്ഞു തരും. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി. അപ്പോൾ പരിശുദ്ധ അമ്മ വീണ്ടും ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും? ചില ദൈവഹിതങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവഹിതം മനസ്സിലാക്കി, ഇനി ഞാൻ ഇത് എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും? അപ്പോൾ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകെ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോഴാണ്
ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിയ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ്. പരിശുദ്ധ അമ്മ പറയുകയാണ്, ഇതാ കർത്താവിന് ദാസി, നിന്റെ വാക്ക് പോലെ എന്നെ ഭവിക്കട്ടെ. ഇത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ഇതാ നിന്റെ ദാസൻ ദാസി, നിന്റെ ഹിതം പോലെ എന്ന് നിറവേറട്ടെ. ഇത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അത്ര എളുപ്പത്തിൽ പറ്റത്തില്ല. പരിശുദ്ധ അമ്മ ജീവിതത്തിൽ കടന്നുപോയ അതേ അനുഭവങ്ങളിൽ കൂടെ നമ്മളും കടന്നു പോകണം. ഒന്നാമത്തെ കാര്യം കൃപയെ വളരണം. രണ്ടാമത്തെ കാര്യം വചനം കേൾക്കുമ്പോൾ അസ്വസ്ഥപ്പെടുകയും ആ വചനത്തിന് അർത്ഥം എന്താണ് ചിന്തിക്കുകയും ചെയ്യണം. അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കണം, ഈ തിരുവചനം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാകാൻ സാധിക്കും? അപ്പോൾ ദൈവം പറഞ്ഞു തരും, പരിശുദ്ധാത്മാവ് നിന്നെ വരും. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടി നമുക്ക് ലഭിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ദൈവത്തിനു മുമ്പിൽ ഇതാ നിന്റെ ഹിതം എന്ന് നിറവേറട്ടെ എന്ന് പറയാൻ സാധിക്കും. ഇതാണ് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയും വിശുദ്ധ കുർബാനയും എന്ന ശാഖരയിലെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉപയോഗിക്കുന്ന വചനം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 19 അധ്യായം 26 തിരുവചനമാണ്. അവന്റെ കുരിശിനരികെ തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ അമ്മയായി സ്വീകരിച്ചു. ഇത്ര സുന്ദരമായ വചനമാണ്. ഈ വചനത്തെ ആസ്പദമാക്കി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയും വിശുദ്ധ കുർബാനയും എന്ന ശാഖരേഖയിൽ പറയുകയാണ്, ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷവും നിങ്ങൾ ചെയ്യേണ്ടത് ദേവാലയത്തിന് പോകുന്ന മുമ്പ് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിക്കണം. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് ദേവാലയത്തിൽ നിങ്ങൾ പോകുമ്പോൾ പരിശുദ്ധ അമ്മ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ ഓരോരുത്തരെയും ഈശോയിലേക്ക് വളർത്തും. അതാണ് പരിശുദ്ധ അമ്മ ചെയ്യുന്നത്. അതിനാൽ തന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദേവാലയത്തിൽ പോകുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ഇപ്രകാരം പറയാൻ സാധിക്കണം, പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കരങ്ങളിൽ പിടിക്കണമേ. ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ നിന്റെ കരങ്ങളിൽ പിടിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ഓരോ ദിവസവും ഈശോയിലേക്ക് വളർത്തണമേ എന്ന വലിയ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ ഉയർത്താം. ആദ്യത്തെ ബലിയായ കാൽവരി മലമുകളിൽ ആ കുരിശിനരികെ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. അതുപോലെ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ ആ ബലിപീഠത്തിൽ അതിൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മ ഉണ്ടായിരിക്കും. അതിനാൽ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൂടി അനുഭവിച്ചറിഞ്ഞ് ആ വിശുദ്ധ ബലിയിൽ ഏറ്റവും നന്നായി പങ്കെടുക്കാം. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പോകാം. അപ്പോൾ പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മളെ ഈശോയിലേക്ക് വളർത്തും. ആത്മീയ ജീവിതത്തിൽ അമ്മയായ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്കും ഈശോയിലേക്ക്, വിശുദ്ധിയിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് വളരാം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.